ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എനിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ കണ്ണൂർ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭീകരമായ അവസ്ഥയിലൊന്നുമല്ല. കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉള്ളൊരു വളരെ ഒരു ഉദ്യാനം പോലെയുള്ള സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ആദ്യം കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് വലിയ റിസപ്ഷൻ നമുക്ക് ഫീൽ ചെയ്യും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ്. അപ്പം അതിൽ തന്നെ ഒരു 10ാം ബ്ലോക്കിൽ ഒരു ABCD എന്ന് പറഞ്ഞ 4 ചെറിയ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിൽ ആണ് ഈ ഗോവിന്ദച്ചാമി അടക്കമുള്ളവരെ സെല്ലുകളാക്കി പല സെല്ലുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ കൂടുമ്പം 2 പേരായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരായിരിക്കും ഈ സെല്ലിലുണ്ടാവുക, ഈ കൊടുങ്കുറ്റവാളികളെ വെക്കുന്നത്. അതിൽ ABCD ഇപ്പം ഒരു മാസം Aയിലാണെങ്കിൽ അടുത്ത മാസം Cയിലായിരിക്കും, അതിൻ്റെ അടുത്ത മാസം Dയിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആണ് താമസിപ്പിക്കുന്നത്. കാരണം അതൊക്കെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇതുപോലെ തുരക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് അടുത്ത ബ്ലോക്കിലേക്ക്. അങ്ങനെ ഒരു കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മാറ്റം വരുമ്പോൾ. അപ്പോൾ അങ്ങനെ മാറ്റം ഇയാൾക്കിപ്പം ഇപ്പം ലാസ്റ്റ് B ബ്ലോക്കിലായെന്ന് തോന്നുന്നു, നേരത്തെ D ബ്ലോക്കിലാണെന്ന് തോന്നുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഗോവിന്ദച്ചാമിക്കും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജയിലിലെ മറ്റ് ബ്ലോക്കുകളെ പോലെയല്ല, ഈ ബ്ലോക്കുകൾക്കെല്ലാം കൂടി ഒരു ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിൽ ആദ്യം ചാടണം. ആദ്യം ഈ സെല്ലിൻ്റെ കമ്പി മുറിച്ച് പുറത്ത് ചാടണം. പിന്നെ ഈ ചുറ്റുമതിലിന് ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ, ആ ഗേറ്റിലൂടെ കടക്കണം. പക്ഷേ അവിടെ പാറാവുകാരനുണ്ടാവും, അതുകൊണ്ട് ഗേറ്റിലൂടെ കടക്കാൻ പറ്റില്ല. ആ മതിൽ ചാടണം. ആ മതിലും ചാടിക്കടന്ന് കുറച്ചങ്ങ് പോയതിന് ശേഷമാണ് കോമ്പൗണ്ട് വാളുള്ളത്. അതാണ് വലിയ ഹൈറ്റ്, ഏറ്റവും ഹൈറ്റിലുള്ളത് കോമ്പൗണ്ട് വാൾ, ഔട്ടറിലുള്ളത്. ആ വാളിന് മുകളിൽ എന്തുണ്ട്? കമ്പിവേലിയുണ്ട്. അപ്പോൾ ഈ കമ്പിവേലി നേരെ തുടക്കത്തിൽ ആ കമ്പിവേലിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരുന്നു. നമ്മളെ ആനയ്ക്കൊക്കെ വെക്കുന്ന പോലെ മരിച്ചു പോകുന്നില്ല, പക്ഷേ ഷോക്കടിക്കും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതും കടന്ന് വേണം അപ്പുറത്ത് കടക്കാൻ. അപ്പോൾ അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കൃത്യമായ ഇടവേളകളിൽ ഈ കോമ്പൗണ്ട് വാളിന് ചുറ്റും പാറാവുകാർ വരും, അകത്ത് പാറാവുകാരുണ്ടാവും, ഈ പറയുന്ന ഗേറ്റിൽ ആളുണ്ടാവും, സെല്ലിൽ റോന്ത് ചുറ്റുന്ന പാറാവുകാരുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇയാൾ ചാടിയിരിക്കുന്നത്. അപ്പം ഈ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് 20 ദിവസമെങ്കിലും ആസൂത്രണം നടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ടൂളുകൾ കണ്ടെടുക്കുന്നുണ്ട്. ടൂൾ ആക്സോ ബ്ലേഡാണ്. ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത് മുറിച്ച് കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആക്സോ ബ്ലേഡ് കുറച്ച് നേരം വരച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മൂർച്ച പോകും. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫലസ്തീനിലെ സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത് തീരില്ല. അപ്പോൾ അത് കുറേ ആക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. കുറേ ദിവസങ്ങൾ മെനക്കെട്ടതിന് ശേഷമായിരിക്കും ഈ കമ്പി വലിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. ഒരു ഭാഗമല്ല, 2 ഭാഗമൊന്നും മുറിക്കൽ പ്രാവർത്തികമല്ല. ഒരു ഭാഗം മുറിച്ച് ബാക്കി വളച്ച് പൊന്തിക്കുക എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. അത് മാത്രമല്ല, ഇയാൾക്കൊരു സഹതടവുകാരനുണ്ടായിരുന്നു. അയാളോട് നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാമെന്നാണ് അത്രേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗോവിന്ദച്ചാമി മെലിഞ്ഞതും ഇയാൾ കുറച്ച് തടിയുള്ള ആളും ആയതുകൊണ്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അയാളെയും ഗോവിന്ദച്ചാമി പറഞ്ഞു പറ്റിച്ചായിരിക്കാൻ സാധ്യത. നമുക്ക് ഒരുമിച്ച് ചാടാമെന്ന് പറഞ്ഞ് പണിയെടുത്തിട്ട് അവസാനം അയാൾ അവിടെ ഉള്ളിരുത്തിയായിരിക്കാം ഒരുപക്ഷെ. എന്തോ ആവട്ടെ, മെലിയാൻ വേണ്ടി ഭക്ഷണം. അപ്പോൾ അയാൾ ആ കിണർന്ന് എടുക്കുമ്പോഴുള്ള വിഷ്വലിൽ ഭയങ്കരമായി വാരിയലൊക്കെ കാണുന്ന രൂപത്തിലാണ് കാണുന്നത്. പക്ഷേ അതിന് ശേഷം പിന്നെ അത്ര ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മെലിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ അവിടെ ജീവനക്കാരുണ്ട്, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും, ക്യാമറയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇയാൾക്ക് മറികടക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു സാധാരണ ഇപ്പോൾ ഇതേ ജയിൽ, ഇപ്പോൾ കണ്ണൂരിൽ തന്നെ ഇതിനു മുമ്പും തടവുകാർ ചാടിയത് ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ല് മുറിച്ച് കിടക്കുന്നതല്ല, ഈ സെല്ലിന് ഈ അകത്ത് കടക്കാതെ പുറത്ത് എവിടെയെങ്കിലും ഒളിച്ച് നിന്നിട്ട് രാത്രി മുങ്ങുന്ന പരിപാടിയാണ്. അത് സാധാരണ തടവുകാർക്കൊക്കെയാണ് അങ്ങനെ പറ്റുള്ളൂ. ഈ കൊടുങ്കുറ്റവാളെ കൃത്യമായി രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടൊക്കെ നടക്കുകയുള്ളൂ. ഇത് സെല്ല് മുറിച്ച് കിടക്കുന്നവരൊക്കെ അപൂർവമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ സെല്ലിലെ കമ്പി മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ദിവസം ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഗോവിന്ദച്ചാമിയുടെ പേരിൽ സംഭവിച്ചു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 പേരുടെ സസ്പെൻഷനിലൊന്നും കാര്യങ്ങൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അതൊരു ചെറിയ തെറ്റല്ല. ഇങ്ങനെ സെല്ല് മുറിക്കുന്നു, ഇങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇയാൾ രക്ഷപ്പെട്ടത് അറിയുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. പുലർച്ചെ 1:30 ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ ഒരു CCTV നമ്മൾ കാണുന്നത് 3 മണിക്കേറ്റുള്ള വിഷ്വലാണ് കാണുന്നത്. 2 മണിക്കൂർ ഒളിച്ചിരുന്നു. 2 മണിക്കൂർ അവിടെ ഒളിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് പോലും ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരത്രയും ഈ പറയുന്ന ജീവനക്കാർ ഒന്നുകിൽ അവർ ഉറക്കം നടിച്ചു, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. ഈ 2 സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇവർ പുറത്തുകൂടെ റോന്ത് ചുറ്റുന്ന സമയത്താണ് ഈ പുതപ്പ് കണ്ടിട്ടാണ് ആരോ ചാടിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലായിട്ട് സെല്ലുകളിൽ പരിശോധന നടത്തുകയും, ഒരുപക്ഷെ ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ അവസാനമായിരിക്കും പരിശോധിച്ചിട്ടുണ്ടാവുക. ഇയാൾ ചാടാനും സാധ്യതയില്ലെന്നായിരിക്കും ഇവർ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ പരിശോധിച്ചാണ് ഒരാൾ ചാടി എന്ന് മനസ്സിലാകുന്നത്.
അപ്പോൾ ഇതൊരു ചെറിയ വീഴ്ചയല്ല. ജയിലിൽ എന്ന് പറയാൻ നമ്മൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തവരെ, നാട്ടിൽ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതുന്ന ആളുകളെയാണല്ലോ ഇത്തരത്തിൽ ജയിലിൽ കൊണ്ടുവരുന്നത്. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന്, അവരെ പോകാൻ അനുവദിക്കുക, ചാടാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ വീഴ്ചയല്ല, ഈ വീഴ്ച വളരെ ഗൗരവമുള്ളതാണ്. ആ രീതിയിൽ തന്നെ അത് അന്വേഷിക്കണം.